ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണ്. അപ്പൊ മക്കളെ, USSന് വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് ഇപ്പൊ എല്ലായിടത്തുള്ള ചർച്ചാ വിഷയം അല്ലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം USS എക്സാം എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു എക്സാം ആണ്. അപ്പൊ ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വലിയ ചേഞ്ചസ് ആണ് എക്സാമിന് ഉണ്ടായിരിക്കുന്നത്. സാധാരണ നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിക്കുക, അതിന്റെ ആൻസർ പഠിക്കുക എന്നുള്ളതിൽ ഉപരിയായിട്ട് ഒരു കണ്ടന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി മുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ സൈലത്തില് മാറിയ പാറ്റേൺസിനെ കുറിച്ചൊക്കെയുള്ള വിശദമായിട്ടുള്ള വീഡിയോസ് ഓൾറെഡി അപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ഥിരമായിട്ട് എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ്, ആസിഡും ആൽക്കലിയും. അപ്പൊ CM കിഡ്സ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന എക്സാം ആണ് ഇനി മുതൽ നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത്. അപ്പൊ ഈ USS എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ആസിഡിലും ആൽക്കലിയെയും കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്താണ് ആസിഡ്, എന്താണ് ആൽക്കലി എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ആസിഡ് എന്ന് പറയുമ്പോൾ അല്ലെ, പൊതുവെ പുളി രുചിയുള്ള ആളുകളാണ് നമ്മുടെ ആസിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആസിഡ്സ് when the substance dissolved in water it makes a solution. നോക്കിക്കേ, solution can be sorted by whether they can be acid, alkali or neutral. അപ്പൊ ആസിഡ് എന്നുള്ളത് മാത്രമല്ല, നമ്മൾ മൊത്തത്തിൽ ഒരു സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലായനി കിട്ടും. ആ ലായനിയെ നമുക്ക് എന്ത് ചെയ്യാം, 3 തരത്തിൽ കൺവേർട്ട് ചെയ്യാം: ആസിഡ്, ആൽക്കലി, ന്യൂട്രൽ. അപ്പൊ ഇതിൽ ആസിഡ് എന്ന് പറയുമ്പോൾ നാരങ്ങാനീര്, മോര്, പുളി, വിനാഗിരി തുടങ്ങിയവയിൽ ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. പൊതുവെ പുളി രുചിയുള്ള ആളുകളാണ് ഇവര്. ഇവരുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിക്കണം. നോക്കിക്കേ, നിങ്ങൾ ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ചുവപ്പ് ആയിരിക്കും. ഇത് മൈൻഡിൽ ഉണ്ടാവണം. ആസിഡ് ലിറ്റ്മസ് പേപ്പറിന്റെ നിറം എന്തായിരിക്കും, ചുവപ്പായിരിക്കും. അപ്പൊ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നവരാണ് ആസിഡ് എന്ന് പറയുന്നത്. പൊതുവെ ശക്തി കൂടിയ ആസിഡുകളും ശക്തി കുറഞ്ഞ ആസിഡുകളും ഉണ്ട്. ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഇതൊക്കെ എന്താണ്, ശക്തി കൂടിയ ആസിഡുകളാണ്. അതേസമയം അല്ലെ, ഇതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന കുറേ ഭക്ഷണങ്ങൾക്കകത്ത് നമുക്ക് ആസിഡുകളെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ആസിഡുകൾ എന്ന് പറയുന്നവ എന്താണ്, മൈൽഡ് ആണ്, വളരെ ശക്തി കുറഞ്ഞ ആസിഡുകളാണ്. അപ്പൊ ആസിഡ് എന്ന് പറയുമ്പോൾ ആസിഡുകളുടെ രാജാവ് എന്ന് പറയുന്നത് ആര്യാ, സൾഫ്യൂരിക് ആസിഡിനെയാണ്. വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ആസിഡ് ആണ്, വളരെ വീര്യമുള്ള ആസിഡ് ആണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ കഴിക്കുന്ന വിവിധ വസ്തുക്കളിലുള്ള ആസിഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിനാഗിരി അസറ്റിക് ആസിഡ്, ലെമൺ സിട്രിക് ആസിഡ്, ടൊമാറ്റോ ഓക്സാലിക് ആസിഡ്, ഗ്രേപ്പ് ടാർട്ടാറിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് എവിടെയാ ഉള്ളത്, പാലിലും പാൽ ഉൽപ്പന്നങ്ങളിലും. അതേപോലെ തന്നെ ഉറുമ്പ് കടിക്കുന്ന സമയത്ത് ഏത് ആസിഡാണ്, ഫോമിക് ആസിഡ് ആണ്. ആപ്പിളിലുള്ളത് മാലിക് ആസിഡ് ആണ്. അപ്പൊ ഈ ആസിഡുകളുടെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. നിങ്ങൾ അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഇപ്പൊ പെട്ടെന്ന് പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്, ലാക്റ്റിക് ആസിഡ് ആണ്. അതേപോലെ തന്നെ ഉറുമ്പ് കടിക്കുന്നതിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ആണെന്ന് പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? കാരണം ഇപ്പുറത്തെ പരീക്ഷയിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട് അല്ലെ. അപ്പൊ ഉറുമ്പ് കടിക്കുന്നതിന്റെ ഫലമായിട്ട് ഫോർമിക് ആസിഡ് ഉണ്ടാവുന്നതെന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായേ പറ്റൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ആൽക്കലി? ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന ആളുകളാണ് ആൽക്കലി എന്ന് പറയുന്നത്. ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങൾ ആൽക്കലികൾ എന്നറിയപ്പെടുന്നു. ഇവ കാരരുചിയുള്ളവയും വഴുവഴുപ്പുള്ളവയും ആയിരിക്കും. അവരുടെ പ്രത്യേകത എന്താ, ഇവർക്ക് കാരരുചി ഉണ്ടാവും, അതേപോലെ തന്നെ വഴുവഴുപ്പുള്ളവയും ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓരോ പറയുന്ന ഉൽപ്പന്നങ്ങളിലുമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൽക്കലീസ് ഏതൊക്കെയാണെന്നുള്ളത്. ടൂത്ത് പേസ്റ്റിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ നിങ്ങൾ, ഇൻഡൈജഷൻ ടാബ്ലറ്റ്, നമ്മൾക്ക് ദഹനമൊന്നും പ്രോപ്പർ ആയില്ലെങ്കിൽ അല്ലെ നമുക്ക് എന്ത് ചെയ്യും, അസിഡിറ്റി ഉണ്ടാവും. അസിഡിറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എന്താണ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഏതാണ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പൊതുവെ ഇപ്രാവശ്യത്തെ എക്സാമിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇവിടെ ഓരോന്നും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതെന്ത് ചെയ്യണം, നല്ലതുപോലെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ ആസിഡ് ആണോ, ആൽക്കലി ആണോ, ന്യൂട്രൽ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളെയാണ് നമ്മൾ സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലിറ്റ്മസ് പേപ്പറിലെ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡ് ആണെന്ന് പറയണമെങ്കിൽ ഇവിടെ എടുത്തിരിക്കുന്ന ലിറ്റ്മസ് എന്താണ്, സൂചകങ്ങളാണ്. അതേപോലെ തന്നെ അല്ലെ,
ചെമ്പരത്തിപ്പൂവ്, ബീട്രൂട്ട് തുടങ്ങിയ ധാരാളം സസ്യഭാഗങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, സൂചകങ്ങളായിട്ട് ഉപയോഗിക്കാം. അപ്പൊ അത് കെമിക്കൽ ആണോ അല്ലെങ്കിൽ നാച്ചുറൽ ആണോ എന്നതിനനുസരിച്ച് സൂചകങ്ങളെ നമുക്ക് തരംതിരിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചാനൽ ലഭിക്കുന്നതാണ്. അപ്പൊ പുതിയ അപ്ഡേറ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചാനൽ ഫോളോ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.